രണ്ട് നിലക്കുള്ള കാരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് നന്മയുടെ നിമിത്തങ്ങളാണ്, നന്മയുടെ കാരണങ്ങളാണ്. മറ്റൊന്ന് തിന്മയുടെ നിമിത്തങ്ങളാണ്, തിന്മയുടെ കാരണങ്ങളാണ്. രോഗാണുക്കൾ രോഗത്തിന്റെ നിമിത്തമാണ്, പക്ഷേ രോഗം സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തന്നെയാണ്. അണുക്കൾ ഒരു കാരണമാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് രോഗത്തിന് നിമിത്തമാണ്. ആ അമിതമായ ഭക്ഷണം രോഗത്തിന് നിമിത്തമാണ്. രോഗം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഒരു മനുഷ്യനെ ഒരാള് കുത്തിക്കൊന്നാൽ ആ കുത്തിയ മനുഷ്യനും കത്തിയും നിമിത്തമാണ്. അവനെ മരിപ്പിക്കുന്നവൻ, മരണം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഓ സുഹൃത്തുക്കളെ, വിശപ്പ് സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. വിശപ്പില്ലായ്മ സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. ഭക്ഷണം വിശപ്പടങ്ങാൻ നിമിത്തമാണ്, കത്തി മുറിയാൻ കാരണമാണ്. മുറിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കത്തി മുറിച്ചു കൊള്ളണമെന്നില്ല. മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലർത്തിക്കിടത്തിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്ന ദുഷ്ടൻ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തറുക്കുന്ന ഒരു രംഗമുണ്ട്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അങ്ങനെ സംഭവിക്കുന്ന വ്യക്തി എന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥന്മാരുടെ വിശദീകരണമാണ്. ഖിയാമത്ത് നാളിൽ വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ദജ്ജാല് വരുമ്പോൾ അവന്റെ അത്ഭുതത്തിന്റെ പിന്നാലെ വിവരമില്ലാത്ത പലരും പെട്ടുപോവുകയാണ്. അതേസമയത്ത് വിവരമുള്ളവരും ചിന്തകളുള്ളവരും അത്ഭുതം കണ്ടതുകൊണ്ടൊരു കാര്യം സത്യമാകണമെന്നില്ല. അത്ഭുതത്തിന്റെ പിന്നാലെ മാത്രം നോക്കിപ്പോയിക്കൂടാ. മറിച്ച് ഇസ്തിഖാമത്തുണ്ടോ, വിശ്വാസം ക്ലിയറുണ്ടോ, നടപടി ശരിയുണ്ടോ, വാക്കിൽ സത്യമുണ്ടോ, പ്രവർത്തനം സത്യത്തിലും നീതിയിലുമാണോ എന്ന് നോക്കാതെ അത്ഭുതം കാണിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരാളുടെയും പിന്നാലെ പോയിക്കൂടാ എന്ന ശരിയായ വിവരമുള്ള പണ്ഡിതന്മാരും നേതാക്കളും അവരെ അനുകരിക്കുന്ന അനുയായികളും ദജ്ജാലിനെ പരിപൂർണമായി നിഷേധിച്ച് സംസാരിക്കുന്നു. ദജ്ജാലാണെങ്കിലോ അവൻ വലിയ വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. ഒരു തേങ്ങ കുഴിച്ചിടുന്നു, മണിക്കൂറുകൾക്കിടയിൽ തെങ്ങുണ്ടാകുന്നു, തേങ്ങ പറിക്കുന്നു, പഴം പറിക്കുന്നു. അങ്ങനെ അവൻ പലതും കാണിക്കുന്നു. അവന്റെ കൂടെ ചില സ്വർഗവും നരകവും ഒക്കെ കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചവരെ ഹയാത്താക്കി വരെ കാണിക്കാൻ ദജ്ജാലിന് അവസരം ലഭിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മഹാൻ ദജ്ജാലിനെ സമീപിച്ച്, നീ കള്ള ദജ്ജാലാണടാ, നീ ഒരിക്കലും ദൈവമല്ല. അത്ഭുതം കണ്ടതിനാൽ ദൈവമെന്ന് പറയാൻ പറ്റില്ല. അത്ഭുതം കണ്ടതിനാലെ മഹാനാണെന്നും പറയാൻ പറ്റില്ല. മഹാനാകണമെങ്കിൽ ഖുർആൻ പറഞ്ഞ ലക്ഷണം വേണം. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ മഹാന്മാർ ശരിയായ വിശ്വാസമുള്ളവരാണ്. വകാനൂ യത്തഖൂൻ. അവരെ മനസ്സിൽ അഹങ്കാരമില്ല, ഞാനൊരു വലിയവനെന്ന ചിന്തയില്ല, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല. ഏറ്റവും ലളിതമായ ലോലമായ മനസ്സാണ്. അല്ലാഹു കൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കുകയാണ്. കൃത്യമായി ജമാഅത്ത് പങ്കെടുക്കുകയാണ്. ജമാഅത്തിന് പരമാവധി പങ്കുകൊള്ളുകയാണ് പുരുഷനാണെങ്കിൽ. അതേപോലെ ഫർളാക്കപ്പെട്ടതെല്ലാം നിർവഹിക്കുകയാണ്. സുന്നത്തുകൾ പരമാവധി എടുക്കുകയാണ്. ഒരു പണ്ഡിതനെയും ദുഷിക്കാനില്ല,
ഒരു സാധാരണക്കാരനെയും കുറ്റം പറയാനില്ല, ആരെയും നിന്ദിക്കാനില്ല, ആരെയും ചീത്ത പറയാനില്ല, ആരെയും തെറി പറയാനില്ല, ആരെയും അവമതിക്കാനില്ല, അനാവശ്യ വാക്കുകൾ കേൾക്കാനില്ല, അനാവശ്യം പറയുന്ന സ്ഥലത്ത് പോയി ഇരിക്കുന്നില്ല, ഒരു പണ്ഡിതനെയോ സാധാരണക്കാരനെയോ ഗീബത്ത് പറയുന്നില്ല, ഗീബത്ത് പറയുന്ന സദസ്സിൽ പങ്കെടുക്കുന്നുമില്ല, കള്ളം പറയുന്നില്ല, വാഗ്ദത്തം ലംഘിക്കുന്നില്ല, കുടുംബ ബന്ധം മുറിക്കുന്നില്ല, അയൽവാസികൾക്ക് തിന്മ ചെയ്യുന്നില്ല, ഭാര്യമാരെ പീഡിപ്പിക്കുന്നില്ല, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നില്ല, അതേ സ്വന്തം മക്കളെ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്തണമെന്ന ചിന്തയുണ്ട്, അതിൽ നിഷ്കർഷതയുണ്ട്, ആ നിലക്ക് മാത്രം മക്കളെ വളർത്തുന്നു, കുടുംബം ദീനീ ചുറ്റുപാടിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മദ്യപിക്കാനില്ല, വട്ടി വാങ്ങാനില്ല, പലിശ വാങ്ങാനില്ല, അന്യന്റെ സ്വത്തുനാകാശം എന്റെ കയ്യിൽ ലഭിക്കണമെന്ന്, പൊരുത്തപ്പെടാത്ത നിലക്ക് കിട്ടണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല, അനാവശ്യം ചെലവഴിക്കുന്നില്ല, ധൂർത്തടിക്കുന്നില്ല, ആധാരുടെ മുന്നിലും ഞാനൊരു വലിയവനെന്ന ഹുങ്കിന്റെ മനസ്ഥിതിയില്ല, ആരെയും ആക്രമിക്കുന്നില്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കില്ല, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കില്ല, വർഗീയവാദത്തിനില്ല. അതേ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വളരെ വിനയാന്വിതരായി നടക്കുന്നു, അവരുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. അവർ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അതിന് പകരം ചീത്ത പറയാനില്ല, തെറി പറഞ്ഞാൽ പകരം തെറി പറയാനില്ല, ഗീബത്ത് പറഞ്ഞാൽ പകരം ഗീബത്ത് പറയാനില്ല. ഖാലൂ സലാമാ, അത് വിവരമില്ലാത്ത ആൾക്കാരുടെ വർത്തമാനം, അതിനെന്ത് പ്രതികരിക്കാനില്ല. ആ നിലക്ക് സമാധാനത്തിന്റെ സന്ദേശം പറയുന്നു. അങ്ങനെയുള്ള ഇഷ്ടദാസന്മാരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ആളുകൾ, അത്തരം ആളുകൾ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നു. അവർ അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല, മറിച്ച് അത്ഭുതമല്ല വിഷയം, ഇസ്തിഖാമത്താണ് വിഷയം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا فلا خوف عليهم ولا هم يحزنون. നിശ്ചയമായും ഈമാനുള്ള ഇന്നല്ലദീന ആമനൂ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഒക്കെ ഒരേ ആശയമാണ്. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ള അവർ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചവർ. ثم استقاموا, പിന്നെ അവർ നേർക്കുനേരെ ജീവിച്ചിരിക്കും. ഒരു വളഞ്ഞ വഴിയുമില്ല, കുതന്ത്രങ്ങളുമില്ല, ആരെയും വഞ്ചിക്കലില്ല, ചതിക്കലില്ല, ആരെയും ദുഷിക്കലില്ല, ആരെയും ശല്യം ചെയ്യലില്ല, അങ്ങനെ നേർക്കുനേരെ ജീവിക്കുന്നു. അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ടെൻഷനില്ല, അവർ അല്ലാഹുവിൽ അർപ്പിച്ചവരാണ്. അത്തരത്തിലുള്ള മഹാന്മാർക്ക് മാത്രമേ മഹത്വം കൽപ്പിക്കുകയുള്ളൂ. വിവരമുള്ളവർ, ശരിയായ വിവരമുള്ളവർ, നേരെ മറിച്ച് അത്ഭുതത്തിന്റെ പിന്നാലെ പോരാ. ഇമാം ഇബ്നുൽ ഹജർ അവിടുത്തെ മദ്ഖലിൽ പറഞ്ഞു, ഒരു വലിയ മഹാൻ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു ശിഷ്യരെ കണ്ടിന്യൂസുമായി കാണുന്നില്ല. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു, ഇവിടെ പോയി അവനെന്താ കാണാൻ, അവനെന്തിപ്പോ ക്ലാസ്സിൽ വരാതെ. മദ്രസയിലെ കുട്ടികൾ ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാൽ മുഅല്ലിമീങ്ങൾ അന്വേഷിക്കും, ദർസിലെ മുതഅല്ലിമീങ്ങളെ കാണാതിരുന്നാൽ മുദർരിസിനെ അന്വേഷിക്കണം. സുബ്ഹാനല്ലാഹ്, അതവരുടെ കടപ്പാടാണ്, സഹവാസത്തിന്റെ കടപ്പാടുകളിൽ. അതുപോലെ ഒരാളെ കാണാതിരിക്കുമ്പോൾ അന്വേഷിച്ചപ്പോ അദ്ദേഹം ഇപ്പോ ക്ലാസ്സിലൊന്നും വരലില്ല, എന്തോ. ഏതായിരുന്നാലും ഉസ്താദ് വിളിച്ചപ്പോ ആ ശിഷ്യന് ഹിദായത്തിന്റെ വെളിച്ചം
അല്ലാഹു തആല നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കാത്ത കുടുംബം അങ്ങനെയാ സംഭവിക്കുന്നത്. പണ്ടൊരു കുട്ടി പറഞ്ഞിരുന്നു, 10ാം ക്ലാസ്സിലെത്തിയപ്പോ ഞാൻ പഠിച്ചു 10ാം ക്ലാസ്സിലെത്തി, എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പോൾ 1ാം ക്ലാസ് തന്നെയുണ്ട്. ആ പറഞ്ഞ പോലത്തെ ചില കിബിറുണ്ട്. ആ കിബിറുള്ളവർ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ വളരെ പ്രയാസമാണ്. സഹോദരന്മാരെ, ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ ഇപ്പൊ കാണാത്തത്? പറഞ്ഞു, ഞാനിപ്പോ വേറൊരു മഹാന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്വർഗത്തുനിന്ന് നിസ്കരിക്കണം. സ്വർഗത്തുനിന്ന് നിസ്കരിക്കുക? അതെ. ഉസ്താദ് പറഞ്ഞു, എന്നാ സ്വർഗത്തിൽ നിസ്കരിക്കാൻ പോകുമ്പോ എന്നെയും കൂട്ടുമെന്ന് ചോദിച്ചു. ഓ, ഉസ്താദിനെയും കൂട്ടാലോ. അതിനെന്താ വേണ്ടത്? വൈകുന്നേരം രാത്രി ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനം വരും, നമുക്കൊന്നായിട്ട് പോകാൻ. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വാഹനം കേട്ടു നിന്നു. ഗുരുവും ശിഷ്യനും ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ പക്ഷി വന്ന് ഇറങ്ങി. പക്ഷിയുടെ പുറത്ത് രണ്ടാളും കയറി. പക്ഷി അങ്ങോട്ട് പറന്നു സ്വർഗത്തിലേക്ക്. അങ്ങനെ പറന്ന് നല്ല ഭംഗിയുള്ള തോട്ടം, നല്ല ഭംഗിയുള്ള ബിൽഡിംഗ്, അങ്ങനെ പറയണ്ട, വളരെ വർണ്ണനാതീതമായ ഒരു സ്ഥലം. അവിടെ പോയി ഇറങ്ങി രണ്ടാളും. പക്ഷി പറന്നുപോയി. ഉസ്താദെ സ്വർഗത്തിലെത്തി. ആയിക്കോട്ടെ മോനെ, നമുക്കിവിടെ വിശ്രമിക്കാം. അല്ല ഉസ്താദെ, നമ്മൾ നിസ്കരിക്കാന്ന് പറഞ്ഞു കുട്ടി. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതിന് ഞാനില്ല. അതിന്റെ സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കുക, പിന്നെ സ്വർഗത്തിലെത്തിയിട്ട് നിസ്കരിക്കല. അതുകൊണ്ട് സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കുക, സ്വർഗത്തിലെത്തിയാ പിന്നെ സുഖിക്കാന്നല്ല, പിന്നെ അവിടുന്ന് നിസ്കാരം. അതുകൊണ്ട് ഞാനില്ല. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, ഞാനെന്താ നിസ്കരിക്കുന്നത്? നീ നിസ്കരിച്ച ഞാനില്ല. അങ്ങനെ ശിഷ്യൻ നിസ്കരിച്ച് നേരം വെളുക്കാറായപ്പോ പക്ഷി വീണ്ടും വന്നു. ഇവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ഉസ്താദെ, പക്ഷി വന്നിട്ടുണ്ട്, നമ്മള് പോവാന്ന്. ഉസ്താദ് പറഞ്ഞു, ഞാൻ പോകുന്നില്ല. അതായത് സ്വർഗത്ത് കടന്നാ പിന്നെ ഇറങ്ങലില്ല. സ്വർഗത്ത് കടന്നാൽ ഖാലിദീന ഫീഹാ അബദാ, കാലകാലം സ്വർഗത്തിൽ. പിന്നെ സ്വർഗത്തൊന്നും പോകാതെ പിന്നെ ദുനിയാവായിട്ട് വ്യത്യാസം. ഇതെന്തായാലും യാത്ര ചെയ്യാനുള്ള ലോകമാണ്. ഈ യാത്രക്കുള്ള ലോകമായ ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ പിന്നെ തിരിച്ചു വരില്ല. അതുകൊണ്ട് സ്വർഗത്തിലെത്തിയിട്ട് പിന്നെ രണ്ടാമത് അങ്ങോട്ട് തന്നെ പോകാൻ എന്നെ കിട്ടൂല. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, പോകും ഉസ്താദെ, സമയമായി. ഇല്ലില്ല, സ്വർഗത്തിൽ നിന്ന് സമയമല്ല, സ്വർഗം തുടങ്ങി. അപ്പൊ ഈ പക്ഷി ചിറകിട്ടൊന്നടിച്ചപ്പോ ഭൂമി കുലുങ്ങുകയാണ്. അപ്പോ ശിഷ്യൻ ഉസ്താദെ, മുസീബത്ത് ഇറങ്ങും, പോവുക നമ്മള്. ഉസ്താദ് പറയില്ല മോനെ, സ്വർഗത്തിൽ ഒരു മുസീബത്തും ഉണ്ടാവില്ല. അതിന്റെ പേരാ സ്വർഗം. മുസീബത്തൊക്കെ ദുനിയാവില്ല, സ്വർഗത്തിൽ മുസീബത്തില്ല. ഈ പക്ഷി കുറെ ഇളക്കി നോക്കി, ശിഷ്യൻ കുറെ പറഞ്ഞു നോക്കി. ആ ധൈര്യവും വിവരവുമുള്ള പണ്ഡിതൻ കുലുങ്ങിയില്ല. അത്ഭുതങ്ങൾ കണ്ട് കുലുങ്ങിയില്ല. അങ്ങനെ ആ പക്ഷിയങ്ങ് പറന്നുപോയി. ശിഷ്യനും ഉസ്താദും അതേ നൃത്തം നിൽക്കുന്നു. നേരം വെളുത്തിങ്ങനെ വരികയാണ്. നേരം വെളുത്തു വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നോക്കൂ മോനെ, എന്താ കാണുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പ്രദേശം മുഴുവനും, ആ രാഷ്ട്രത്തിലുള്ള, ആ നാട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും, എല്ലാ നജസ്സുകളും, എല്ലാ കച്ചറകളും കൊണ്ടുപോയിടുന്ന സ്ഥലമാണത്. ആ സ്ഥലം ശരിക്കും നജസാണ്, മാലിന്യം. നിന്റെ തഹജ്ജുദും, നിന്റെ സുന്നത്ത് നിസ്കാരവും, നിന്റെ ഇൽമിന്റെ മജ്ലിസും, നിന്റെ സാലിഹീങ്ങളോടുള്ള ബന്ധവും, അലിമീങ്ങളോടുള്ള ആദരവും, അലിമീങ്ങളുടെ സദസ്സുമൊക്കെ നിനക്ക് നഷ്ടപ്പെടുത്തി ഈ നജസിൽ കൊണ്ടുവന്ന് നിന്റെ രാവുകൾ മുഴുവനും നശിപ്പിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടോ? അപ്പോഴാണ് ശിഷ്യന് അത്ഭുതത്തിന്റെ പിന്നാലെ പോയിട്ട് പറ്റിയിട്ടുള്ള അക്കിടി മനസ്സിലാകുന്നത്. ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മദ്ഖൽ എന്ന ലോക പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ,
വെറും അത്ഭുതം നോക്കി പിന്നാലെ പോകരുത്. ഞാൻ എന്റെ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ പറയുകയാണ്, എവിടെയെങ്കിലും ഏതെങ്കിലും കക്ഷികൾ ശൈത്താന്റെ സേവ വെച്ച്, ജിന്നിന്റെ സേവ വെച്ച് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുമ്പോ അതെവിടെയാണെന്ന് നോക്കാതെ, ഏത് ദേവാലയത്തിലാണെങ്കിലും, ഏത് ജ്യോത്സ്യന്റെ അടുക്കലാണെങ്കിലും, ഏത് കണക്കുകാരന്റെ അടുക്കലാണെങ്കിലും, ഏത് വിവരമില്ലാത്തവന്റെ അടുക്കലാണെങ്കിലും, ഏത് യഹൂദിയെയും ഏത് ജൂതനെയും ആരെയും സമീപിക്കുന്ന ഒരേർപ്പാട് ഇപ്പോൾ നമ്മുടെ മുസ്ലിം സ്ത്രീകൾക്ക് കണ്ടുവരുന്നുണ്ട്, പല പുരുഷന്മാർക്കും കണ്ടുവരുന്നുണ്ട്. എവിടെയാ പോകുന്നതെന്നില്ല, എവിടെയാ ചെല്ലുന്നതെന്നില്ല. തൗഹീദിന്റെ കലിമത്തിനെതിരെ, പടച്ച റബ്ബിന്റെ ആശയത്തിനെതിരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിനെതിരെ ശിർക്ക് പേറി നടക്കുന്ന കക്ഷികളുടെ സമീപത്ത് പോലും അതാ ആശംസ വാങ്ങാനും അനുഗ്രഹം വാങ്ങാനും പൊരുത്തം വാങ്ങാനും ബറക്കത്തെടുക്കാനും പോകുന്ന വിധം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ദുനിയാവിന്റെ പൂജയിൽ ജനങ്ങൾ അതപ്പതിച്ചു പോകുന്നുണ്ട്. പടച്ച റബ്ബിന്റെ അടുക്കൽ പരാജയപ്പെട്ടു പോകും കേട്ടോ. വലിയ അത്ഭുതം കാണിക്കുന്ന ദജ്ജാല്, അവനെ പോലെ അത്ഭുതം കാണിക്കുന്നവൻ ആരാണ്? പക്ഷേ അവന് തൗഹീദില്ല, ഇസ്തിഖാമത്തില്ല, ഈമാനില്ല, തഖ്വയില്ല. ആ ദജ്ജാലിന്റെ മുന്നിൽ ചെന്നിട്ടാണ് ഒരു മഹാൻ പറയുന്നത്, നീ കള്ള ദജ്ജാലാണടാ, നീ ദൈവമല്ല. അപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ച് നിലത്ത് അമർത്തി കിടത്തിയിട്ട് അതാ കത്തിയെടുത്ത് കഴുത്തറുത്ത് കളയുന്നു, 2 കഷ്ണമായി മുറിക്കുന്നു. അദ്ദേഹത്തിന്റെ 2 കഷ്ണങ്ങൾക്കിടയിൽ അപ്പുറവും ഇപ്പുറവും ദജ്ജാല് നടക്കുന്നു. മരിച്ചുവെന്ന് ശരിക്കും ഉറപ്പ് വരുത്തുന്നു. അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നതിന് ശേഷം ചോദിക്കുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ചോദിക്കുന്നു, ഞാൻ ദൈവമാണെന്ന് ഉറച്ചില്ലേ? നിന്നെ മരിപ്പിച്ചില്ലേ? നിന്നെ ജീവിപ്പിച്ചില്ലേ? ആ മഹാന്റെ മറുപടി, പോടാ, നീ കള്ള ദജ്ജാലാണ്. എനിക്കൊന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ദജ്ജാല് മരിപ്പിക്കുമെന്നും ഹയാത്താക്കുമെന്നും ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നബിതങ്ങള് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ കള്ള ദജ്ജാല് തന്നെ. ദജ്ജാല് വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് അറുക്കാൻ വേണ്ടി പിടിച്ച് മലർത്തി കിടത്തുന്നു. കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് കത്തി കൊണ്ട് മുറിക്കുന്നു. പക്ഷേ കത്തി മുറിക്കൂല, കഴുത്ത് മുറിയൂല. ആ മഹാൻ ആരാണെന്ന് പറയുമ്പോ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചു പണ്ഡിതന്മാരിൽ നിന്ന് അത് ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് പറയപ്പെടുന്നു. അതേ സുഹൃത്തുക്കളെ, അങ്ങനെ കത്തിക്ക് വാസ്തവത്തിൽ മുറിക്കാൻ കഴിയില്ല. കത്തി ഒരു നിമിത്തമാണ്, തീക്ക് കരിക്കാൻ കഴിയില്ല. മഹാനായ ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരിക്കാൻ വേണ്ടി നമ്രൂദ് തീയിലിട്ടു. പക്ഷേ ആ തീയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കരിഞ്ഞില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബ് അല്ലെങ്കിൽ അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളൻ നബി, വ്യാജ നബി, അവൻ എല്ലാ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് അവൻ തീയിലിട്ടു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നീ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുന്നുണ്ടോ? അല്ല, സന്തോഷത്തോടെ ആവേശത്തോടെ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇവന്റെ കൊട്ടാരത്തിൽ എനിക്കിത് പറയാൻ നല്ല അവസരം കിട്ടി. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്,
അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ പ്രഖ്യാപിക്കാം. എനിക്ക് കേൾക്കുന്നില്ല, അത് കേൾക്കാൻ തന്നെ പറ്റില്ല. നീ റസൂലാണ്, ഈ കോന്തൻ, ഇവർ റസൂൽ, ഈ വ്യാജൻ, എനിക്ക് കേൾക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തീയിലിടാൻ തീരുമാനിച്ചു. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ ആ വ്യാജനബി തീയിലേക്ക് എറിഞ്ഞു. അബൂ മുസ്ലിം ഖൗലാനി ആവേശത്തോടെ തീന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു. അവിടുന്ന് 2 റകഅത്ത് നിസ്കരിച്ചു, തീന്റെ ഉള്ളിൽ 2 റകഅത്ത് നിസ്കരിച്ചു. ഒരു ചെറിയ രോമം കത്തിയില്ല, ഒരു നൂല് പോലും കത്തിയില്ല. നല്ല സൗകര്യത്തിൽ 2 റകഅത്ത്. കാരണം ഇതുപോലൊരു ചാൻസ് എന്നെ കിട്ടില്ല. തീന്റെ ഉള്ളിൽ നിസ്കരിച്ചു, തീന്റെ ഉള്ളിൽ വെച്ച് 2 റകഅത്ത് നിസ്കരിച്ചു. ധൈര്യപൂർവ്വം ഇറങ്ങി വന്നു. വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ മഹാനവറുകൾക്ക് ഒരു സ്വീകരണം നൽകി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അധ്യക്ഷതയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗം എന്ത് പേര് പറഞ്ഞാൽ തരല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് അൽഹംദുലില്ലാഹില്ലദീ ലം യുബതിനി ഹത്താ മൻ ഫഇല ബിഹി كما فعل بالخليل ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെയ്യപ്പെട്ടതുപോലെ ചെയ്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ സുരക്ഷിതമായി വന്ന ഈ മഹാനെ കാണാൻ ദീർഘായുസ് തന്ന പടച്ചവന് അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, തീക്ക് കരിക്കാൻ കഴിയോ? അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ കഴിയോ? എല്ലാം വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, മുഴുവൻ ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. കാരണം അവൻ മാത്രമേ ഉടമസ്ഥനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. ആ ഉടമസ്ഥനായ റബ്ബ് ഒരു ചെറിയ പുഷ്പം, ഒരു ചെറിയ തുമ്പപ്പൂവ്, അതുണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഹാർട്ടോ കിഡ്നിയോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു അവയവമോ മാത്രമല്ല, പുറത്തുള്ള ഒരു ചെറിയ പുഷ്പമുണ്ടാക്കാൻ ഒരു രാഷ്ട്രത്തലവനും കഴിയില്ല, ഒരു പണക്കാരനും കഴിയില്ല. നമ്മളെ വീട്ടിലൊക്കെ മനുഷ്യനിർമ്മിത പുഷ്പങ്ങളുണ്ട്, അഥവാ പ്ലാസ്റ്റിക്കിന്റെ പുഷ്പങ്ങളാണത്. അത് ഒറിജിനല്ല. നേരത്തെ ഞാൻ പറഞ്ഞ കള്ളത്തൊരീക്കത്ത് പോലെ, കള്ള പ്രവാചകനെ പോലെ, കള്ള ശൈഖിനെ പോലെ, അതേ വ്യാജ പണ്ഡിതനെ പോലെ അതാ ഡ്യൂപ്ലിക്കേറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ തേനീച്ചയും ആ പൂവിൽ പോയിരിക്കൂല. കാരണം തേനീച്ചക്ക് വിവരമുണ്ട്, തേനീച്ച അതിൽ പോയിരിക്കൂല, പൂമ്പാറ്റകൾ അതിൽ പോയിരിക്കൂല. കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനലല്ല. ഒറിജിനലിന് ലക്ഷണങ്ങളുണ്ട്, ഒറിജിനലിന് രൂപങ്ങളുണ്ട്. അത് ഒറിജിനലാണോ? ഒറിജിനലിന്റെ സ്വഭാവം കാണിക്കും, അതിന് നല്ല പരിമളമുണ്ടാകും. ഒരു ഹുറവിയായ പണ്ഡിതനാണെങ്കിൽ, പടച്ചവനെ ഭയപ്പെടുന്ന പണ്ഡിതനാണെങ്കിൽ, തിരിച്ചു വരാത്ത യാത്രയെക്കുറിച്ച് ബോധമുള്ള പണ്ഡിതനാണെങ്കിൽ ഒറിജിനലാണ്. ഒറിജിനൽ പണ്ഡിതൻ ഗൈബത്ത് പറയൂല, കള്ളം പറയൂല, ചീത്ത പറയൂല, തെറി പറയൂല. സാധാരണക്കാരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന, പാരത്രിക ലോകം ഓർമ്മിപ്പിക്കുന്ന വാക്കുകളല്ലാതെ സംസാരിക്കൂല. സുഹൃത്തുക്കളെ, ഒറിജിനൽ വലിയാണോ? പടച്ച റബ്ബിന്റെ വഴിയിലേക്കല്ലാതെ, പാരത്രിക ലോകം വിജയിപ്പിക്കുന്നതിലേക്കല്ലാതെ അവന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കൂല. കാര്യലാഭത്തിന് വേണ്ടി അവനതാ ജനങ്ങളെ ചൂഷണം ചെയ്യൂല. ഒറിജിനലിന് അതിന്റെ പരിമളമുണ്ട്,
ഒറിജിനലിന് അതിന്റെ മാറ്റുണ്ട്, അത് സ്വാഭാവികമാണ്. ഒറിജിനൽ പുഷ്പമാണോ പൂമ്പാറ്റയെ അത് ആകർഷിപ്പിക്കും, തേനീച്ചയെ ആകർഷിപ്പിക്കും. ഒറിജിനൽ അല്ലാത്തതാണോ അതിൽ തേനീച്ച വന്നിരിക്കൂല. ഒരു ഒറിജിനൽ പുഷ്പം നിർമ്മിക്കാൻ ഒരു രാഷ്ട്രത്തലവന് കഴിയൂല, ഒരു പണക്കാരന് കഴിയുന്നില്ല. എന്തിനധികം പറയണം, ഒരു വലിയ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തലയും താടിയുമൊക്കെ നരച്ചു പോകുന്നു. സ്വന്തം മുഖത്തോ തലയിലോ വേണ്ട, പ്രധാനമന്ത്രി മാത്രമല്ല, പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാരില്ലേ, പലരും മുസ്ലിയാരെ പിടിച്ചങ്ങ് ബഹുമാനിക്കും. അപ്പം മുസ്ലിയാർ ഒരു അഹങ്കാരിയാണെങ്കിൽ ഞാൻ തരക്കേടില്ലെന്ന് ചിന്തിക്കും. ജനങ്ങൾ കൈപിടിച്ചിങ്ങനെ ചുംബിക്കുമ്പോ എന്റെ കയ്യിന്റെ ബറക്കത്ത് കൊണ്ട് അവന്റെ മുക്ക് രക്ഷപ്പെടണമെന്ന് ആലോചിക്കും. നേരെ മറിച്ച് തഖ്വയുള്ള പണ്ഡിതനാണെങ്കിൽ ആ പിടിച്ചു ചുംബിക്കുന്ന സാധാരണക്കാരന്റെ വിനയവും താഴ്മയും അവന്റെ തഖ്വയും കാരണത്താൽ അവന്റെ മൂക്കിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ കൈയൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കും. അതേ സ്വാഗതം പറയുമ്പോ ഉഹ്റവിയായ പണ്ഡിതനാണെങ്കിൽ പടച്ച റബ്ബേ എനിക്കതിനൊന്നും അർഹതയില്ലല്ലോ എന്നവന്റെ മനസ്സിൽ ചിന്തിക്കും. സ്വാഗതം പറയേണ്ടത് വഅദിന് വന്ന മുസ്ലിയാർക്കല്ല, വാസ്തവത്തിൽ വഅദ് സംഘടിപ്പിക്കുന്ന സംഘാടകർക്കാണ്. അവരത് നിശ്ചയിച്ചത് മുതലേ ഉറക്കമൊഴിച്ചതാണ്, നിശ്ചയിച്ചത് മുതലേ ടെൻഷനിലാണ്, ഓടി നടക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ട് സഹിക്കുകയാണ്, പരിപാടി കഴിയുന്നത് വരെ ബേജാറിലാണ്, വിഷമത്തിലാണ് സംഘാടകർ. വരുന്ന മുസ്ലിയാർക്ക് എന്ത് പ്രശ്നം, അതേ നല്ല ചോറായിട്ട് വരികയാണ്, സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്, ആദരവോടെ സ്റ്റേജിൽ കയറുകയാണ്, പ്രസംഗം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. അവർക്കല്ലല്ലോ വാസ്തവത്തിൽ ത്യാഗമുള്ളത്, പ്രവർത്തകർക്കല്ലേ, സംഘാടകർക്കല്ലേ. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ എന്നെക്കാൾ മഹത്വം സംഘാടകർക്കാണെന്ന് പണ്ഡിതൻ ചിന്തിക്കണം. അപ്പോഴേ പണ്ഡിതന്റെ മനസ്സ് നന്നാകൂ, അപ്പോഴേ തഖ്വ മനസ്സിൽ വരൂ. നേരെ മറിച്ച് ഞാനാണ് വലിയവനെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഹാറൂനിന്റെ മനസ്സായി പോയി, പരാജയത്തിന് നിദാനമായി പോയി. പടച്ച റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. പണമുള്ളവൻ പണം ചെലവഴിക്കണം, ആരോഗ്യമുള്ളവൻ ആരോഗ്യം ചെലവഴിക്കണം, വിവരമുള്ളവൻ വിവരം ചെലവഴിക്കണം. പണക്കാരൻ പണം ചെലവഴിക്കുന്നതിന് പകരം അങ്ങോട്ട് സ്വർഗമല്ലാതെ ചിന്തിക്കുന്നില്ലേ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വളണ്ടിയറായി ജോലി ചെയ്യുമ്പോ അവനതാ ആ വളണ്ടിയറായി പ്രവർത്തിക്കുന്നത് കൊണ്ട് പാരത്രിക ലോകമല്ലാതെ ചിന്തിക്കുന്നില്ല, ഔലിയാക്കളെ പൊരുത്തമല്ലാതെ ആലോചിക്കുന്നില്ല. എങ്കിൽ പിന്നെ വിവരമുള്ള പണ്ഡിതൻ വന്ന് പ്രസംഗിക്കുമ്പോ റബ്ബിന്റെ പൊരുത്തം കരുതി പ്രസംഗിക്കണം. ജനങ്ങളെ ബഹുമാനമല്ല, ജനങ്ങളുടെ കവറിന്റെ തടിയല്ല, ജനങ്ങളുടെ പണമല്ല, ജനങ്ങളെ അംഗീകാരമല്ല. അതാ തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്രത്തേക്ക് വേണ്ടി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പോകുന്നു, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രവർത്തനങ്ങൾക്ക്, എന്റെ പ്രഭാഷണങ്ങൾക്ക്, എന്റെ പ്രസംഗങ്ങൾക്ക്, എന്റെ ചലനങ്ങൾക്ക്, എന്റെ അടക്കങ്ങൾക്ക്, എന്റെ എല്ലാ വിഷയത്തിലും എന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന ചിന്തയിൽ പണ്ഡിതന്മാര് പ്രവർത്തിക്കണം, എല്ലാവരും പ്രവർത്തിക്കണം. റബ്ബിന്റെ നോട്ടം ഈ താടിയിലേക്കല്ല, ഈ തലപ്പാവിലേക്കല്ല, ഈ വെള്ളക്കുപ്പായത്തിലേക്കല്ല. സുവരിക്കും വലായിലാജിസാദിക്കും വലാക്കിയും നിങ്ങളെ മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം. റബ്ബിന്റെ പൊരുത്തമാണോ അല്ല കാര്യത്തിന്റെ ലാഭമാണോ? യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ.
കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചുവെച്ച വികാരവും എല്ലാം അറിയുന്ന രാജാവിന് ലാ യസ്ബിഖൂനഹു, അവനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല, അവനെ മറികടക്കാൻ കഴിയൂല, അവനെ ചതിക്കാൻ കഴിയൂല, അവന്റെ മുമ്പിലൊന്നും മറച്ചു വെക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പാരത്രിക ലോകം ചിന്തിച്ചതിനാൽ ഉപദേശം നൽകുന്ന സമയത്ത് ഇമാം ബുഖാരി അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ലഅമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിയുഖൂമി അമർതുകൽ ഖൈറ ലാ കിമ്മതമർതു ബിഹി فمستقمت فهما قولي لك استقيمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഞാൻ നിന്നോട് നല്ലത് ഉപദേശിക്കുന്നു, പക്ഷേ എന്റെ പ്രവർത്തനത്തിൽ അത് കൊണ്ടുവരുന്നില്ല. ഞാൻ അല്ലാഹുവിനോട് മാപ്പിരക്കുകയാണ്. ഇമാം ബുഖാരി സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്. എന്തിനാ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചത്? ശരീരത്തിന് അഹങ്കാരം വന്നുകൂടാ. ആരെയും ഉപദേശിക്കുമ്പോൾ ഞാനൊരു ഉപദേശിക്കേണ്ടവൻ എന്ന ഒരു ചിന്ത ഖൽബിൽ വന്നുവോ? പ്രസംഗിക്കുന്നവൻ പരാജയപ്പെട്ടു പോയി. അല്ലാഹുവേ, ഞങ്ങൾ ഖൽബ് നീ നന്നാക്കണം റഹ്മാനേ. ഒരാളെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് നേട്ടം, അതിന്റെ പേരിൽ അദ്ദേഹം നല്ലവനായിക്കൊള്ളണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയ ഒരു വ്യക്തി ശരീരമാസകലം മുറിവേറ്റുവാങ്ങി പടർക്കളത്തിൽ വീണപ്പോ പലരും അദ്ദേഹത്തിന്റെ സേവനത്തെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് ഇന്നഹു മിൻ അഹ്ലിന്നാർ, അദ്ദേഹം നരകക്കാരനാണ്. ആരെ കൂടെയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയതാ, ഇസ്ലാമിന് വേണ്ടി പോരാടാനാ. അങ്ങനെ പോരാടാൻ പോയി ശരീരമാസകലം മുറിവേറ്റ് ശത്രുക്കളുടെ വെട്ടും കുത്തും കൊണ്ട് വീണവരെ പറ്റിയാ പറയുന്നത് ഇന്നഹു മിൻ അഹ്ലിന്നാർ, അദ്ദേഹം നരകക്കാരനാണ്. സ്വഹാബികൾക്ക് വല്ലാത്ത പ്രയാസം. അവർ ചെന്ന് നോക്കി, അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്, പടയുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ആയുധം എടുത്തെടുത്ത് നിലത്ത് വെച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ആ ആയുധത്തിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്ത് മരിച്ചു. വേദന സഹിക്കാൻ. സുബ്ഹാനല്ലാഹ്. സഹാബികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ കളവാകില്ല, ഞാനൊരു കാര്യം വെറുതെ പറയൂല. ഞാൻ പറയുന്നതൊക്കെയും ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. നിങ്ങളത് വിശ്വസിച്ചവരാണെങ്കിലും ഒന്നുകൂടി ബോധ്യപ്പെടുകയാണെന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ. മോശക്കാരനായ ആളെ കൊണ്ടും അല്ലാഹു ദീനിനെ ശക്തിപ്പെടുത്തും കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഭയപ്പെടണം. ഈ പാവപ്പെട്ട ഞാനും ചെറിയ സേവനങ്ങൾ ചെയ്യാൻ നോക്കാറുണ്ട്. ഈ സദസ്സിൽ ധാരാളം കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, ഖജാൻജിമാരുണ്ടാകും, പ്രവർത്തകരുണ്ടാകും, അതുപോലെ മറ്റ് പല സംഘടനകളുടെയും പ്രവർത്തകരുണ്ടാകും. അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിനൊരു പള്ളിയും മദ്രസ പോലും ഇല്ലാത്ത കാലത്ത് ഓലശെട്ടി കെട്ടിയിട്ട് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും അതേ റബ്ബിന്റെ തൗഫീഖിനാൽ സർവ്വസ്ഥലത്തും മദ്രസകളും പള്ളികളും നിർമ്മിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള എത്രയോ നൂറുകണക്കിന് ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ സിറാജുദയുടെ പ്രവർത്തനം കൊണ്ട് റബ്ബ് അവസരം തന്നിട്ടുണ്ട്. പക്ഷേ
അത് റബ്ബ് കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഈ പാവപ്പെട്ടവന് പറയാനൊക്കുമോ എന്റെ റബ്ബിന് ഞാൻ ആവശ്യമുണ്ടോ, എന്റെ പ്രവർത്തനം ആവശ്യമുണ്ടോ? കഅബയുടെ നിർമ്മാണം നടത്തുന്ന സമയത്ത് പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇതൊന്ന് കബൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ സുഹൃത്തുക്കളെ? റബ്ബ് കബൂൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാക്കിയത് കഅബയായിട്ടും സ്വന്തത്തിന് പ്രയോജനമില്ലല്ലോ. ഏത് പള്ളി നിർമ്മിച്ചാലും, ഏത് മദ്രസ നിർമ്മിച്ചാലും, ഏത് പ്രഭാഷണം നടത്തിയാലും, ഏത് പ്രവർത്തനം നടത്തിയാലും റബ്ബ് കബൂൽ ചെയ്യണ്ടേ? അതേ നബിതങ്ങൾ പറഞ്ഞില്ലേ, നല്ല പ്രവർത്തനം ദീനിന് വളരെ ഉപകാരം, പക്ഷേ അത് ചിലപ്പോൾ മോശക്കാരെ കൊണ്ടും അല്ലാഹ് ചെയ്യിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ പ്രവർത്തകരുടെയും, എല്ലാ നേതാക്കളുടെയും, എല്ലാ കമ്മിറ്റി പ്രവർത്തകരുടെയും ഈ പാവപ്പെട്ട എന്റെയും മനസ്സിൽ എന്നും ഓർമ്മ വേണ്ടേ? സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് പറയുന്നില്ല. പറഞ്ഞു വന്നത് റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്. നമുക്ക് തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്ര മരണത്തിന്റെ യാത്രയാണ്. ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ? അതിനെന്ത് വേണം? അതേ യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കാത്തവന് സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല, അവന്റെ സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല, ഒന്നുകൊണ്ടും ഉപകാരമില്ല. ഉപകാരം ലഭിക്കണോ? മനസ്സ് ക്ലിയറാകണം. മനസ്സിൽ അഹങ്കാരം പാടില്ല, അസൂയ പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല. തെളിഞ്ഞ മനസ്സ് വേണം. ആ തെളിഞ്ഞ മനസ്സ് എങ്ങനെയാണ്? റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ്, റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ്, റബ്ബന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ്. അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം. അങ്ങനെ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവനെ അധികാരമുള്ളവനുള്ളൂ എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കേട്ടോ. കൊടുക്കുന്ന രാജാവ് ഒന്നാണ്. ഇന്നമാന ഖാസിം, ഞാൻ സപ്ലൈ ചെയ്യുന്ന നേതാവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ്, നിമിത്തമാണ്. സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് അല്ലാഹ്. അപ്പൊ സുഹൃത്തുക്കളെ, നന്മയുടെ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ബാപ്പയും ഉമ്മയും, നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ, നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ. നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട്. നന്മയുടെ നിമിത്തങ്ങളെ നമ്മൾ സ്നേഹിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം. അത് മനുഷ്യന് അനിവാര്യമാണ്. അതേ സമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ, ആ തിന്മയുടെ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, രോഗാണുക്കൾ മുതൽ ശൈത്താനും ശൈത്താനിന്റെ അനുയായികളും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ജനങ്ങളെ
അകറ്റുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ, കുറ്റം പറയുന്നവർ, ആലിമീങ്ങളിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്നവർ, ജനങ്ങൾക്ക് ഗീബത്തും നമീമത്തും പറഞ്ഞു കൊടുത്തവരെ മനസ്സ് ദുഷിപ്പിക്കുന്നവർ, അതുപോലെ അതാ റബ്ബിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവനവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ, ഇസ്ലാമും തഖ്വയും നഷ്ടപ്പെടുത്തുന്നവർ, ഭൗതിക താൽപര്യവുമായി മുന്നേറുന്നവർ, അതൊക്കെയും തിന്മയുടെ നിമിത്തങ്ങളാണ്. തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് മനുഷ്യന് ഭാഗ്യമാണ്. അത് ആത്മീയ പുരോഗതിക്ക് ആവശ്യമാണ്. അതാണ് അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ല. അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു മദീന സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടു ചെന്നു. മദീനയുടെ പുറത്ത് ചെന്നിട്ട് അങ്ങോട്ട് കടക്കാതെ പുറത്തവിടെ ഒരു ടെന്റും കെട്ടി അങ്ങ് കെട്ടുന്നു. മദീന ആ വലിയ ബറക്കത്തുള്ള നാട്, അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ, അവിടുത്തെ ജാറമുള്ള സ്ഥലമല്ലേ, അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ, അവിടുത്തെ സഹാബത്ത് ആയിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ. ആ നാട്ടിലേക്ക് തങ്ങളെ ഹളറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ? ആത്മീയമായ വൃത്തിയുണ്ടോ? വിനയത്തിന്റെ ചിന്തയാണ്. യാഫീമാബുദങ്ങൾ മദീനയിൽ കടക്കാൻ ധൈര്യമില്ല, മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല. സ്വന്തം ശരീരത്തെ ഇകഴ്ത്തി കാണുകയാണ്. നമ്മൾ ഈ ആഹ്റസമാനിന്റെ ചണ്ഡിതവറുകൾ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ്. മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുകയാണ്. സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല, സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല. ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണ്ടേ മുഅ്മിനീങ്ങളെ? മനസ്സിൽ താഴ്മ വേണ്ടേ? വിനയം വേണ്ടേ? സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ഞാൻ ആലോചിക്കണ്ടേ? എത്രയെത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ, എത്രയെത്ര തിന്മകൾ വന്നുപോയവനാണ് ഞാനത് ആലോചിക്കണ്ടേ? ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ച് ചുപ്പിക്കുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം എന്റെ റബ്ബിനറിയില്ലേ? എനിക്കും കുറെയൊക്കെ അറിയില്ലേ? അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ശരീരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ സുഹൃത്തുക്കളെ? ആരിഫീങ്ങൾ, ഔലിയാക്കൾ അത്തരം ചിന്തയിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിച്ചത്? അതല്ലേ ഇമാം ബൂസിരി ഫഇന്ന അമ്മാറതി ബിസൂഇ മത്തഅതി മിൻ ജഹലി ഹബീനദീരി ശൈബി വൽഹറബി. ഉച്ചിലക്കോട് റൂസിന് പാവപ്പെട്ടവൻ വരാൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കുറെ കഴിഞ്ഞു പോയി. പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ താടിയിലും തലയിലുമില്ലായിരുന്നു. ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ മാമ്പൂസിനി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലുമൊക്കെ നരവന്ന് കയറിയില്ലേ? ഈ അതിഥിയെ സൽക്കരിക്കാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ. ഈ നരവന്ന് കയറിയതെന്തിനാണ്? ക്ഷണിക്കാൻ വന്നതാണ്. പോകേണ്ടത് എങ്ങോട്ടാണ്? പോകേണ്ടത് ഖബറിലേക്കാണ്, റബ്ബിന്റെ കോടതിയിലേക്കാണ്. അതേ ഒറ്റയ്ക്ക് കിടക്കാനുള്ള സ്ഥലത്തേക്കാണ്. അതിന്റെ ശേഷം പോകേണ്ടത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്കാണ്. അവിടെ വലിയ വലിയ മഹാന്മാരുണ്ട്. അബൂജഹലിനെ പോലെയുള്ള തമ്മാടികളുണ്ട്. അതേ കള്ള് കുടിച്ചതിനാൽ, ലഹരി കുടിച്ചതിനാൽ അബൂജഹലിന്റെ ചലം നക്കേണ്ടി വന്ന മദ്യപാനികളുണ്ട്. പണം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാമും ഹലാലുമില്ലാതെ പലിശ വാങ്ങിയതിനാൽ അതാ വയറ് തടിച്ചിട്ട്
മല പോലെയുള്ള വയറുമായി കിടന്നിട്ട് ജനങ്ങൾ ചവിട്ടി മെതിച്ചു പോകുന്നവരുണ്ട്. അവിടെ അതാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് വ്യഭിചാരക്കുറ്റം ചെയ്തതിനാൽ ദുർഗന്ധം വരുന്നവരുണ്ട്. കള്ളം പറഞ്ഞതിനാൽ വായയിലേക്ക് ഇരുമ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ച് പറിക്കുന്നവരുണ്ട്. പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാനുള്ളവരല്ലേ ഞാൻ, അവിടേക്ക് പോകാനുള്ളവരെയല്ലേ നമ്മളൊക്കെയും. നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുഷ്ചെയ്തികളെ കുറിച്ച് ചിന്തിച്ച് റബ്ബിനോടൊന്ന് തൗബ ചെയ്ത് ആ യാത്രയ്ക്ക് വേണ്ടിയൊന്നൊരുങ്ങിക്കൂടെ. ഫഇന്ന അമ്മാറതി ബിസൂഇ മതഅല്ലതി മിൻ ജഹീലി ഹബീബി ശൈബി വൽ ഹറബി എന്നീ ഇമാം ബുസ്രി തങ്ങൾ ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ. അതുപോലെ നരബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ. അതേറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ഈ പാവപ്പെട്ട എനിക്ക് തന്നെയല്ലേ. മഹാനായ ഇബ്നുന്റെ ബാത്തുൽ ശ്രീതങ്ങൾ പറഞ്ഞതുപോലെ, മോനെ, വാഴയുടെ മേലെയുള്ള വാഴക്കൊല, അതിന്റെ പച്ചയായ കായകൾ, അതിന്റെ തോലുകൾ പച്ചക്കളറിൽ നിന്ന് മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കൊല കൊത്താനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ. ഓ മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, ആ താടിയങ്ങ് പരണ്ടിയിട്ട് കാര്യമുണ്ടോ? താടിയിലും തലയിലുമുള്ള രോമങ്ങൾ കറുത്തത് വെളുത്തിട്ടുണ്ടെങ്കിൽ പഴം പറിക്കാനായി എന്നതിന്റെ ലക്ഷണമല്ലയോ. ഇബ്നുന്റെ ബാത്തുൽ ബിസ്രി തങ്ങൾ യുവാക്കളോട് പറഞ്ഞു, മക്കളെ, തേങ്ങ വരണ്ടിട്ട് മാത്രമല്ലല്ലോ പറിക്കാറുള്ളത്, ഇളനീരും പറിക്കാറില്ലേ, പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ. യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ? ഓ കുട്ടികളെ, ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അതേ പിടിയിട്ട് വരുമ്പോൾ ഈച്ച കുത്തിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് കുട്ടിക്കാലത്തും മരണം സംഭവിച്ചുകൂടെ? മടക്കമില്ലാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര, ആ പോകുന്ന സ്ഥലത്തതാ ഒറ്റക്കുള്ള കിടത്തം, മലായികത്തിന്റെ ചോദ്യം, അവിടെയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം, ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ ഒരു വല്ലാത്ത ലോകമാണത്. ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത് ദുന്യാവിലെ അഹങ്കാരം പരാജയത്തിന് കാരണമായി പോയി. അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു, ആവശ്യമില്ലാത്തതിൽ ഇടപെടേണ്ടതില്ലായിരുന്നു, ഞാനൊരു അലിമിനെയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു, ഞാനൊരു മൂമിനെയും ഗീബത്ത് പറയേണ്ടതില്ലായിരുന്നു, ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായിരുന്നു, ഒരന്യപെണ്ണുമായും രാത്രിയിൽ അതാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു, ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നു, ഞാനൊരു ലഹരിയും കുടിക്കേണ്ടതില്ലായിരുന്നു. എനിക്കെന്റെ റബ്ബ് ആയിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ? എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ? ഇളനീരും ജ്യൂസും പലതും തന്നിട്ടില്ലേ? പാലും തേനും തന്നിട്ടില്ലേ? പിന്നെ ഞാനെന്തിന് വിസ്കി കുടിച്ചു? ഞാനെന്തിന് ബ്രാൻഡി കുടിച്ചോ? ഞാനെന്തിന് കള്ളു കുടിച്ചോ? ഞാനെന്തിന് ലഹരി ഉപയോഗിച്ചു? ഞാനെന്റെ റബ്ബിനെ എന്തിന് മറന്നുപോയി? എനിക്ക് റബ്ബ് തന്ന നാവ് കൊണ്ട് ഞാനെന്തിന് കള്ളം പറഞ്ഞു? ഞാനെന്തിന് ഗീബത്ത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു? ഞാനെന്തിന് ഗീബത്ത് പറയുന്നവരുടെ കൂടെ നടന്നു? ഞാനെന്തിന് കള്ളം പറഞ്ഞു? ഞാനെന്തിന് വാക്ക് ലംഘിച്ചു? എല്ലാവരും ഈ കോടതിയിൽ വന്നവരാണല്ലോ, സൽക്കർമ്മികളായി ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നടന്നവർ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖമില്ലാതെ, അതേ ടെൻഷനില്ലാതെ
റബ്ബിന്റെ അനുഗ്രഹത്തോടുകൂടി അവർ സന്തോഷത്തോടെ നീങ്ങുകയാണല്ലോ. അവിടെ എത്തിയിട്ട് ചിന്തിക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ തന്നെ ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയകാലത്തുള്ള ഉമ്മമാരൊക്കെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട്, ശരീരം വളരെ നന്നായി പർദ്ദ ധരിച്ചുകൊണ്ട് വളരെ നന്നായി ജീവിക്കുമ്പോ അതിന് പകരം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഫിറ്റായ ശരീരത്തിൽ ഫിറ്റായ ബോഡി എടുത്തു കാണിക്കുന്ന വസ്ത്രവും ധരിച്ച് അങ്ങാടിയിലൂടെ വിലസുന്നതിനും ആരുടെ മുന്നിലും അതാ ശരീരം വെളിച്ചത്താക്കി സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നതിനും മടിയില്ലാത്ത ഒരു സമീപനമില്ലേ? റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പടച്ച റബ്ബിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്കുറക്കമില്ല. അവർ ഈ ലോകത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? സഹീഹുൽ ബുഖാരിയിൽ സ്ഥലം വിളിച്ച പേരാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്, അല്ലെങ്കിൽ അതുപോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ്. ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിഷമം തോന്നുകയാണ്. കരച്ചില് നിർത്തുന്നില്ല. തന്റെ സ്നേഹിതനാണ് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു. മക്കള് പോയി പറയുന്നു, ഓ ഗുരുവര്യരേ, നിങ്ങളെ സ്നേഹിതൻ ബാപ്പ വീട്ടിൽ വെച്ച് രാത്രി സമയത്ത് കരച്ചില് നിർത്തുന്നില്ല. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ടോ അതാ മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് കുടുംബത്തെ ബേജാറാക്കിയത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത്? മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ സുഹൃത്തേ, ഖുർആനിലൊരായത്ത് ഞാൻ ഓർത്തുപോയി. ഞാൻ ആ ആയത്തിന്റെ സമീപത്തൂടെ എന്നെ ഒത്തുപോയി. ആയത്തെന്താണ്? വബദലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. സൂറത്തു സുമറിലുള്ള ആയത്താണ്. വലൗ അന്ന ലില്ലദീന ളലമൂ മാ ഫിൽ അർളി ജമീഅ. അക്രമം പ്രവർത്തിച്ചവൻ, തെറ്റ് പ്രവർത്തിച്ചവൻ, ഭൂമിയിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ, അത്രയും കൂടി ഉണ്ടെങ്കിൽ, ലഫ്തദൗ ബിഹി, അത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം, മിൻ സൂഇൽ അദാബ്, കടുത്ത ശിക്ഷ കാണുമ്പോൾ, ദുന്യാവിലുള്ളത് മുഴുവനും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തെറ്റ് ചെയ്തവൻ ചിന്തിക്കുന്ന സമയം, യൗമൽ ഖിയാമ, അത് അന്ത്യദിനമാണ്. വബദലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. അല്ലാഹുവിങ്കൽ നിന്ന് അവർ വിചാരിച്ചതിന് വിരുദ്ധമായി അവിടെ അതാ വെളിവായിരിക്കുന്നു. ഇവന്റെ ധാരണ, ഞാനങ്ങ് ചെന്നാൽ എന്നെ വലിയ ബഹുമാനത്തോടെ സൽക്കരിക്കുമെന്നാണ്, എനിക്കവിടെയും വലിയ പവറുണ്ടെന്നാണ്. അവിടെ ചെന്നപ്പോൾ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടുപോയി.
ഇങ്ങനെ ഒരു സമയമുണ്ടല്ലോ. ഇത് ഖുർആനിൽ വന്നപ്പോൾ എനിക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. എന്റെ കാര്യം എന്താണ്? അതെ, അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്ത് ഓതിക്കൊടുത്ത് വിവരം പറഞ്ഞപ്പോൾ അബൂ ഹാസിം തങ്ങളും പൊട്ടി പൊട്ടി അങ്ങ് കരച്ചു. പടച്ചവന്റെ കോടതിയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഓ സുഹൃത്തുക്കളെ, സാലിഹീകൾക്ക് രാത്രിയിൽ ഉറക്കമില്ല. അവർ റബ്ബിനെ ഭയപ്പെട്ട് കരയുകയാണ്. നമുക്കോ ഹറാമും ഹലാലും ചിന്തയില്ല. നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് പ്രചോദനത്തിന് നമ്മുടെ വാദുകളും ക്ലാസുകളും നമ്മുടെ സദസ്സുകളും റൂസുകളും ഒക്കെ നിമിത്തമായാൽ അത് വലിയ ഭാഗ്യം തന്നെ. പടച്ചറബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ.